നമ്മളിന്ന് രാവിലെ നേരത്തെ പോയത് തഞ്ചാവൂർ വന്ന് നേരത്തെ പോയത് നമ്മൾ മറാത്ത പാലസിലേക്കാണ് കേട്ടോ. മറാത്ത പാലസിനകത്ത് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഒരുപാട് കൊത്തുപണികളുടെയും ഒരുപാട് ശില്പങ്ങളുടെയും പിന്നെ നമുക്ക് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പഴയ താളിയോലകളും ഒരുപാട് ഗ്രന്ഥങ്ങളും അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് മറാത്ത പാലസിനകത്ത് തന്നെ കാണാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ കടത്തി വെട്ടിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബിഗ് പാലസ്, ബിഗ് ടെമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്ന തഞ്ചാവൂരിലെ പെരിയ കോവിലിൻ്റെ അകത്താക്കിയാണ് നമ്മൾ ഇനി കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു അടിപൊളി കാഴ്ചകളാണ് നമ്മളിന്ന് രാവിലെ കണ്ടതിൻ്റെയൊക്കെ 4 ഇരട്ടി കാഴ്ചകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ നല്ല കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് തഞ്ചാവൂരിലേക്ക് എങ്ങനെ വരാം, തഞ്ചാവൂരിൽ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത്, ഏത് ട്രെയിനിലാണ് വരേണ്ടത്, നമുക്ക് ആദ്യം നമ്മൾ പോയത് മറാത്ത പാലസിലേക്കാണ്. മറാത്ത പാലസിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മേലെ പിന്നും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി പോകുന്നത് തഞ്ചാവൂർ പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ടെമ്പിളിലേക്കാണ് കേട്ടോ. നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. നമ്മൾ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഒരു കിടങ്ങുണ്ട് കേട്ടോ. വലിയൊരു കിടങ്ങാണ്, പക്ഷേ എല്ലാവരും കാട് പിടിച്ചിട്ടുണ്ട് കിടക്കുന്നത്. നമ്മളിത് എൻട്രൻസിനകത്ത് കയറുന്ന സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. തമിഴിൽ, ഹിന്ദിയിൽ പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. മറാത്ത ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിനകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ പ്രവേശന സമയം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ നമുക്ക് അമ്പലത്തിന് നമുക്ക് ഇത് കാണാൻ പറ്റും, ദർശനം കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. പിന്നെ 4 മണിക്കാണ് കേട്ടോ ഓപ്പണാക്കുക. 4 മണിക്ക് ഓപ്പണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 8:30 വരെ ഉണ്ട്. നമുക്കിനകത്ത് കയറാം കേട്ടോ. നമുക്ക് ചെരുപ്പ് അഴിച്ച് വെക്കണം. ഫുള്ള് കല്ലാണ് കേട്ടോ. അതൊരു റെഡിഷ് കളറാണ്. അപ്പോൾ ഈവൻ ഈ സമയത്തൊക്കെ ആവുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് കാണാൻ തന്നെ. മുകളിൽ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളെല്ലാം കൊത്തുപണി കൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഇത് ഒരുപാട് ചരിത്രത്തിൻ്റെ കഥ പറയുന്നൊരു ടെമ്പിൾ കൂടിയാണിത്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഗോപുരം. നമ്മൾ മറാത്ത ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് അതെ ഇതിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ ഇതാ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് കേട്ടോ. തമിഴിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഹിന്ദി ഉണ്ട്, പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഗോപുരത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇനിയൊരു ഗോപുരം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നമ്മൾ രണ്ടാമത്തെ എൻട്രൻസിനകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെക്കിംഗ് ഉണ്ട്, ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം നമുക്ക് മെയിൻ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇതാണ് കേരള കാന്ത തിരുവാസൽ എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറുന്ന സമയത്ത് 2 വിഗ്രഹങ്ങളുടെ പോലെ ഉണ്ട് കേട്ടോ. അമ്പലത്തിനകത്ത് ഏതാ വിഗ്രഹം എന്ന് കറക്റ്റായി കാണുന്നില്ല അതിൽ. നമുക്ക് ഇതാണ് ചുറ്റുഗോപുരം. ചുറ്റും ഫുള്ളെല്ലാം കൊത്തുപണികളാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ നോക്കി ഇതൊക്കെ കൊത്തുപണികളാണ്. ഇതൊക്കെ ഭരതനാട്യത്തിൻ്റെയും അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുടെയൊക്കെ കൊത്തുപണികളാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ചുറ്റും മണ്ഡപമുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ പണ്ട് ഈ നർത്തകന്മാർക്കും വാദ്യോപകരണം ഉപയോഗിക്കുന്നവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ മുമ്പ്. ഈ ചുറ്റുമണ്ഡപം എന്ന് പറയുന്നതൊക്കെ ഇത് നോക്കി, അതിൻ്റെ വിഷ്വലൊന്ന് നോക്കി. ചരിത്രത്താളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചോള രാജവംശത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് ചോഴ രാജവംശത്തിലെ പ്രമുഖരായിരുന്ന രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണിയെടുപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. രാജരാജ ചോഴൻ നിർമ്മിച്ച ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വരം എന്ന പേര് കൂടിയുണ്ട്. ശിവനാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പൂർണ്ണമായി കരിങ്കല്ലിൽ ഇൻ്റർലോക്ക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പണി പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാലത്തൊക്കെ ഇൻ്റർലോക്ക് സിസ്റ്റം
സിസ്റ്റത്തിലൊക്കെ ഒരുപാട് ബിൽഡിങ്സ് കിട്ടുന്നുണ്ട്. മാക്സിമം ഒരു 3 നില വരെയൊക്കെയാണ് ഇൻ്റർലോക്ക് സിസ്റ്റത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബിൽഡിങ്സ് ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാലം, അതായത് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർലോക്ക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് മണ്ണോ കല്ലോ സിമെൻറ്റോ അങ്ങനെ ഒരു സാധനങ്ങളും കൂടാതെയാണ് ഒരു 10-12 നിലയുള്ള ഹൈറ്റിലുള്ള ഈ ഒരു ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ലാത്ത സംഭവമാണ് ഇത് എങ്ങനെ നിർമ്മിച്ചതെന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെ പരമശിവനാണ് കേട്ടോ. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിൻ്റെ മുകളിൽ 80 ടൺ ഭാരമുള്ള ഒരു കലശമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസിലാണ് ഈ ഗോപുരം നിലനിൽക്കുന്നതെന്ന് വരെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 80 ടൺ ഭാരമുള്ള ഈ കലശം മുകളിലേക്ക് എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ശരിക്കും നമ്മളിപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്നൊരു സംഭവം തന്നെയല്ലേ. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടി നമ്മൾ പറയാം. ഇപ്പോൾ ഇതൊരു ശാപം കിട്ടിയ ക്ഷേത്രമാണെന്നും അധികാരത്തിലിരിക്കുന്നവർ ഈ ക്ഷേത്രത്തിന് പ്രവേശിച്ചാൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുകയോ ചെയ്യുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ മരണപ്പെടുകയും അധികാരം നഷ്ടപ്പെടുകയും ചെയ്ത 3 വ്യക്തികളുടെ പേര് ഞാൻ ഇതിൽ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയാം. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ താഴെ. നമ്മൾ ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമുക്ക് വലിയ നന്ദിയുടെ വലിയൊരു ശില്പമാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം 16 അടി നീളവും 13 അടി ഉയരവും 25 ടൺ ഭാരവുമുള്ള ഒരു നന്ദി ശില്പമാണ്. അത് ഒറ്റക്കല്ലിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ നന്ദികളിലെ ഒരു നന്ദി ശില്പങ്ങളിലെ ഒരു ശില്പം തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക ലിസ്റ്റിൽ ഈ ക്ഷേത്രം ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രമെങ്കിലും ഇപ്പോഴും നിത്യപൂജിക്കുന്ന ഒരു കുറവില്ല കേട്ടോ അവിടെ. അമ്പലത്തിന് ചുറ്റുമായിട്ടൊരു നടപ്പന്തലുണ്ട്. 400ഓളം തൂണുകളിലാണ് ഈ നടപ്പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലം സന്ദർശനത്തിന് വരുന്നവർക്ക് നർത്തകന്മാർക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപ്പന്തലിൻ്റെ പണി കഴിപ്പിച്ചത്. അതുമെല്ലാം ഒറ്റക്കൽ തൂണിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. കുറേ കല്ലുകളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പല വിവരങ്ങളും ഗവേഷകർ വായിച്ചെടുക്കുന്നത് ഈ കൊത്തിവെച്ചവരിൽ നിന്നാണ്. ഇതിനകത്ത് നല്ല തണുപ്പാണ്. കുറേ പേര് ഇതിനകത്ത് വിശ്രമിക്കുന്നുണ്ട്. മറാത്ത രാജവംശകാലത്ത് സ്ഥാപിച്ച 108ഓളം ശിവലിംഗങ്ങളും അതുകൂടാതെ കുറേ ശില്പങ്ങളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. അതിനുശേഷം നട അടയ്ക്കണ്ടാകും. പിന്നീട് 4 മണിക്ക് തുറക്കുന്നത് 8:30 വരെ നമുക്ക് ചുറ്റി കാണാൻ പറ്റും. ഏറ്റവും ഈ ഉചിതമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് സമയത്തൊക്കെ വരുന്നതാണ് കേട്ടോ ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ അമ്പലത്തിനൊരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഗോപുരത്തിൻ്റെ ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നാൽ പോലും നമുക്ക് ഈ ഗോപുരത്തിൻ്റെ നിഴൽ എവിടെയും കാണാൻ പറ്റത്തില്ല എന്നുള്ളത്. അതിന് പല തരത്തിലുള്ള ആൾക്കാർ പല രീതിയിലൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു ഇത് കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഭൂഗർഭ പാതയുണ്ട് തഞ്ചാവൂർ പാലസിലേക്ക് എന്നാണ് പറയപ്പെടുന്നത്. ആ പണ്ട് കാലത്ത് ആ പാതയിലൂടെയാണ് രാജാക്കന്മാർ ഈ അമ്പലത്തിലേക്ക് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ചുറ്റമ്പല ചുമരുകളിൽ നമുക്ക് കുറേ ചുമർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. 1000 വർഷം മുമ്പ് വരച്ചതാണ് ഇവയെല്ലാം. ഇപ്പോഴും കുറേ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും അതേപടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചിലതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾക്കൊക്കെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 1000 വർഷം മുമ്പൊക്കെ ശരിക്കും കളർ ചിത്രങ്ങളൊക്കെ വരയ്ക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമല്ലേ. ചോളരാജ വംശകാലത്താണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചോള ഭരണത്തിന് ശേഷം നായ്ക്കർ ഭരണം വന്നപ്പോൾ ഇതുപോലെ കുറേ ചിത്രങ്ങളൊക്കെ അവർ പുനഃസ്ഥാപിച്ചു. അതായത് നായ്ക്കർ ഭരണകാലത്തുള്ള ചിത്രങ്ങളാക്കി മാറ്റി. പിന്നീട് 1980 കാലഘട്ടങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡി-സ്റ്റക്കോ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നായ്ക്കർ ചിത്രങ്ങളെ വേർതിരിച്ച് അതിൽ വീണ്ടും ചോള ഭരണകാലത്തുണ്ടായിരുന്ന ചിത്രങ്ങളാക്കി പുനഃസ്ഥാപിച്ചു. ഈ ക്ഷേത്രത്തിന് ചുറ്റി കുറേ ഉപക്ഷേത്രങ്ങളുണ്ട്. കൃത്യമായ വാസ്തുശാസ്ത്ര പ്രകാരമാണ് പ്രധാന ക്ഷേത്രവും ഉപക്ഷേത്രവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും അധികകാലം നിലനിന്ന ചോള നിർമ്മിതി എന്നതിലാണ് ഈ ക്ഷേത്രം ശരിക്കും പ്രശസ്തമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളതും. രാജരാജ ചോളൻ്റെ കാലത്ത് 1000-ലധികം ജീവനക്കാർ ഈ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 100 കണക്കിന് ഗ്രാമീണ പുരോഹിതന്മാർ, 400-ലധികം നർത്തകിമാർ, ശാസ്ത്രീയ സംഗീത പ്രഗത്ഭരായിട്ടുള്ള 50-ലധികം ഗായകന്മാർ, അങ്ങനെ പോകുന്നു ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. ചോള രാജ കാലഘട്ടത്തിൻ്റെ എല്ലാ പൊതുപരിപാടികളും നടന്നിരുന്നത് ഈ ക്ഷേത്രത്തിനകത്താണെന്നും പറയപ്പെടുന്നുണ്ട്.
ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, 3 പ്രമുഖ വ്യക്തികൾ ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം അധികാരം നഷ്ടപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിരുന്നുവെന്ന്. ആ 3 വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MGR ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു. രാജരാജ ചോളൻ്റെ ശില അനാച്ഛാദനം ചെയ്യുന്നതിനായിട്ടാണ് അവർ ഈ ക്ഷേത്രം സന്ദർശിച്ചത്. എന്നാൽ ആ സന്ദർശനത്തിന് ശേഷം MGR ക്ഷേത്രത്തിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലൈസ്ഡായി കിഡ്നിക്ക് ഗുരുതര പ്രശ്നങ്ങൾ കാരണമാണ് MGR മരണപ്പെടുന്നത്. 1987 MGR മരണപ്പെടുന്നത്. എന്നാൽ 1984 തന്നെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2010 1000 വർഷം, അതായത് ഈ ക്ഷേത്രം നിർമ്മിച്ച 1000 വർഷമായതിൻ്റെ ഒരു പൊതുപരിപാടി നടക്കുന്നതിനായിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെ ക്ഷണിക്കുന്നു. കരുണാനിധിക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ളതുകൊണ്ട് ആൾ പിൻവാസൽ വഴിയാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ 2011 നടന്ന ഇലക്ഷനിൽ DMK വലിയൊരു രീതിയിൽ തോൽക്കുകയും അധികാരം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു.